ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുളപ്പിച്ച പയർ കൊണ്ടിട്ടുള്ള തോരനാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. ഇത് ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം രാത്രിയായപ്പോൾ അത് സ്ട്രെയിനറിൽ ഊറ്റി വെച്ചിട്ട് അടിയിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ പിറ്റേ ദിവസം വൈകിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ നമുക്ക് ഇത്ര നന്നായിട്ട് തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാംസ് ചെറുപയറുണ്ടാവും. സോ ഈ മുളപ്പിച്ച പയർ കൊണ്ടിട്ടുള്ള തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 to 7 അങ്ങനെ ഒരു മിനിറ്റ്സ് മാത്രം ഞാനിത് വേവിക്കുന്നുള്ളൂ. ഒരു ചട്ടിയിലാണ് ഞാനിത് വേവിക്കുന്നത്. നമ്മുടെ ഈ മുളപ്പിച്ച ചെറുപയർ ഇട്ടതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച്, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 to 7 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 to 8 മിനിറ്റ്സ് മാത്രമേ വേവിക്കുന്നുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം. ഇതിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കണം. ഈ സമയത്ത് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഏറ്റവും വളരെ കുറവ് മാത്രം 1/4 ടീസ്പൂണൊന്നും ഇല്ല, അതിൽ കുറച്ച് മാത്രം ക്യുമിൻ സീഡ്, നല്ല ജീരകം, അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് അരക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിത് ക്രഷ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നോക്കി. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മാത്രം വെളുത്തുള്ളി, എന്ന് പറഞ്ഞാൽ ഒരു 3 ചെറിയ വെളുത്തുള്ളി ഉണ്ടാവും. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റുന്നതേ ഉള്ളൂ. അതിനകത്തേക്ക് പിന്നെ ഒരു സവോള, ഈ സവോളയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഉള്ളി ഉള്ളവർക്ക് ഉള്ളി ഉപയോഗിച്ചാലും മതി. പിന്നെ 2 പച്ചമുളക്, ഇച്ചിരി വലിയ പച്ചമുളകാണ്. ഇത് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ശേഷം നമ്മുടെ കയ്യിലുള്ള വേപ്പിലയും കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഇടുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടിയും, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ ആ പച്ചക്കറിയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ ആഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ പച്ചമണം മാറ്റിയെടുക്കുകയാണ് നമ്മുടെ ഒരു രീതി. അതിനകത്തേക്ക് ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെറുപയർ കൂടുതൽ ഇനി വേവത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ വേവിച്ചതിൻ്റെ ആ ന്യൂട്രീഷ്യസ് വാല്യൂ ഒന്നും കളയണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. ഇങ്ങനെ ആവി കയറ്റി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. സോ ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി നല്ല ടേസ്റ്റിലുള്ള ഒരു തോരനാക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്ത് തോരനാണെന്നല്ലേ. പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.